നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനെ നമ്മൾ ജി ബാർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ജി എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടാവുമല്ലോ ഓരോ വേർട്ടീസസിനും. ആ ഗ്രാഫിൽ ഓരോ വേർട്ടെക്സിനും അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസ് അല്ലാതെയുള്ള എഡ്ജസിനെ ജോയിൻ ചെയ്യുക. അതാണ് ആ ഗ്രാഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ ഏതൊക്കെ എഡ്ജ് കണക്ഷൻ ഉണ്ടോ അത് മാറ്റി എഡ്ജ് കണക്ഷൻ ഇല്ലാത്ത വേർട്ടീസസ് തമ്മിൽ എഡ്ജ് കണക്ഷൻ കൊടുത്ത് വരയ്ക്കുക. അതാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ ഗ്രാഫ്. ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഗ്രാഫിൽ തന്നെ V1 നിന്ന് V2ലേക്ക് എഡ്ജുണ്ട്, വേറെ ഒരു വേർട്ടീസസിലേക്കും എഡ്ജില്ല. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ജി ബാറിലോട്ട് നോക്കിയേ. V1 നിന്ന് V2 ഒഴിച്ച് ബാക്കി V3, V4, V5 എല്ലാ വേർട്ടീസസിലേക്കും എഡ്ജ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് V2 എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് V1ലേക്കും V5ലേക്കും V3ലേക്കും എഡ്ജ് ഉണ്ട്, V4ലേക്ക് എഡ്ജില്ല. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ V2 നിന്ന് V4ലേക്ക് എഡ്ജ് കൊടുത്തു. അതുപോലെയാണ് V3 എഡ്ജ് ഇല്ലാത്തത് V1ലേക്കും മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് V3യും V1ഉം തമ്മിൽ എഡ്ജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ V5 എഡ്ജ് ഇല്ലാത്തത് V1ലേക്കാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ V5, V1 എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതായത് we are plotting the edges that are not adjacent in the given graph. ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു ഗ്രാഫിൽ അഡ്ജസൻ്റ് അല്ലാത്ത ഓരോ വെർട്ടെക്സിൻ്റെ അഡ്ജസൻ്റ് അല്ലാത്ത എഡ്ജസ് ഏതൊക്കെയാണോ അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ആ ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗ്രാഫും സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n×n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് ജിയും ജി ബാറും കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n×n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന ടോപ്പിക്കാണ് സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ടു ഗ്രാഫ്സ് G and G' ആർ സെഡ് ടു ബി കോംപ്ലിമെൻ്ററി ഇഫ് ബോത്ത് ആർ ഐസോമോർഫിക് ടു ഈച്ച് അതർ. അതായത് ഒരു ഗ്രാഫും അതിൻ്റെ കോംപ്ലിമെൻറ്റും ഇത് രണ്ടും ഐസോമോർഫിക് ഗ്രാഫുകളാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫുകളെ സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ് എന്ന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ഫസ്റ്റത്തെ ഗ്രാഫിൽ V1 നിന്ന് V2ലേക്കും V5ലേക്കും എഡ്ജ് പോകുന്നുണ്ട്, വേറെ വേർട്ടീസസിലേക്ക് എഡ്ജ് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി വരച്ചപ്പോൾ V1 നിന്ന് V4ലേക്കും V3ലേക്കും എഡ്ജ് കൊടുത്തു. അങ്ങനെ എല്ലാ വേർട്ടീസസിൻ്റെയും ഫസ്റ്റ് ഗ്രാഫ് നോക്കി ഏതൊക്കെ വേർട്ടെക്സിലോട്ടാണോ എഡ്ജ് ഇല്ലാത്തത് അത് ജോയിൻ ചെയ്താണ് നമ്മൾ ഈ സെക്കൻഡ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോംപ്ലിമെൻ്റ് ആണ് ഗ്രാഫിൻ്റെ. പക്ഷേ ഇത് സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ് ആണോ എന്നറിയാൻ രണ്ടും ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഐസോമോർഫിക്കിൻ്റെ കണ്ടീഷൻ അറിയാം. ഒന്ന് സെയിം നമ്പർ ഓഫ് വേർട്ടീസസ് ശരിയാണ്. ഫസ്റ്റ് ഗ്രാഫിൽ നമ്പർ ഓഫ് വേർട്ടീസസ് എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് ഗ്രാഫിലും നമ്പർ ഓഫ് വേർട്ടീസസ് 5 ആണ്. സെക്കൻഡ് കണ്ടീഷനാണ് സെയിം നമ്പർ ഓഫ് എഡ്ജസ്. നമ്മൾ എഡ്ജസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫിൽ 5 എഡ്ജസ് ഉണ്ട്, സെക്കൻഡ് ഗ്രാഫിലും 5 എഡ്ജസ് ഉണ്ട്. തേർഡ് കണ്ടീഷനാണ് ഈക്വൽ വേർട്ടെക്സ് ഓഫ് ഗിവൺ ഡിഗ്രി. എല്ലാ വേർട്ടെക്സിൻ്റെയും നോക്കുമ്പോൾ ഈ 5 വേർട്ടീസസിനും ഡിഗ്രി 2 ആണ് വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കോംപ്ലിമെൻ്ററി ഗ്രാഫിലും അങ്ങനെയാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് 2 ഗ്രാഫ്സ് G and G bar ആർ സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് ഡിലീഷൻ ആൻഡ് ഫ്യൂഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എഡ്ജ് ഡിലീഷൻ. വെൻ വി റിമൂവ് ആൻ എഡ്ജ് ഫ്രം ദ ഗ്രാഫ് ആൻഡ് ഇഫ് ദ ഗ്രാഫ് ഗോട്ട് ഡിസ്കണക്റ്റഡ് വി കോൾ ഇറ്റ് ഇസ് ആൻ എഡ്ജ് ഡിലീറ്റഡ് സബ് ഗ്രാഫ്. എഡ്ജ് ഡിലീഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സബ് ഗ്രാഫിനെ എന്ത് പറയാം? എഡ്ജ് ഡിലീറ്റഡ് സബ് ഗ്രാഫ് എന്ന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ഈ സ്ക്വയറിൽ നിന്ന് നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ എന്താണ് അത് ഗ്രാഫല്ല, അതിൻ്റെ സബ് ഗ്രാഫാണ്. കാരണം സെയിം നമ്പർ ഓഫ് വെർട്ടീസസും അതിൽ നിന്നുള്ള എഡ്ജസും ഉണ്ട്. അപ്പോൾ അതാണ് എഡ്ജ് ഡിലീറ്റഡ് സബ് ഗ്രാഫ്. ഇനി അടുത്തത് വെർട്ടെക്സ് ഡിലീഷൻ. വെർട്ടെക്സ് ഡിലീഷൻ എന്ന് വെച്ചാൽ ഇഫ് വി സബ്ട്രാക്ട് എ വെർട്ടെക്സ് G-V, അതായത് ഒരു വെർട്ടെക്സ് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സബ് ഗ്രാഫ് with that vertex deleted. So that is called as a vertex deleted subgraph. ഒരു ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു വെർട്ടെക്സിലേക്ക് ഇപ്പോൾ 2 എഡ്ജസ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം 2 എഡ്ജസും റിമൂവ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സബ് ഗ്രാഫിനെ വിളിക്കുന്നതാണ് വെർട്ടെക്സ് ഡിലീറ്റഡ് സബ് ഗ്രാഫ് എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ സ്ക്വയറിൽ നിന്ന് വി എന്ന് പറഞ്ഞ വേർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ എൽ ഷേപ്പിൽ ബാക്കി 2 എഡ്ജസും ആ വേർട്ടെക്സിനോട് കണക്റ്റ് ആയിരുന്നത് റിമൂവ് ആയിപ്പോയി. ഇനി അടുത്തത് ഫ്യൂഷൻ ഓഫ് വെർട്ടീസസ്. ഫ്യൂഷൻ ഓഫ് വെർട്ടീസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 എഡ്ജസും ഉണ്ട്, 3 വെർട്ടീസസും ഉണ്ട്. ഇതിൻ്റെ ഒരു വെർട്ടെക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ V1 എന്ത് ചെയ്യാണ്, V1ഉം V2 V3 ഇതിൽ V2 എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഞാൻ ഫ്യൂഷൻ നടത്തുവാണെങ്കിൽ V2ലേക്കുള്ള എഡ്ജ് കണക്ഷൻസൊക്കെ V1 V3യിലൂടെ പോകും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗ്രാഫിൽ V1 V2 V3 ACB ഇങ്ങനെ കണക്ഷൻ പോകുന്നുണ്ട്. ഞാൻ ഫ്യൂസ് ചെയ്ത വെർട്ടെക്സ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ V2 ഇല്ല, V1ഉം V3യും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം V1ൽ നിന്ന് V3ക്ക് ഓൾറെഡി B കണക്ഷൻ ഉണ്ട്, ആ B ഞാൻ കൊടുത്തു. പിന്നെ V2ന് ഏതൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് നോക്കാം. V2ൽ നിന്ന് V3യിലേക്ക് C എന്ന് പറഞ്ഞ കണക്ഷൻ ഉണ്ട്. നമ്മൾ V1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ V1ൽ നിന്ന് C V3യിലേക്ക് കൊടുക്കുന്നു. അതുപോലെ V2ൽ നിന്ന് A V1ലേക്ക് പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, V1 A സെൽഫ് ലൂപ്പായിട്ട് തന്നെ കൊടുക്കുന്നു. ഇതിലാണ് നമ്മൾ ഫ്യൂഷൻ നടത്തിയത്, V2നെ റിമൂവ് ചെയ്തിട്ടാണ് നടത്തിയത്. ഫ്യൂഷൻ ഓഫ് വെർട്ടീസസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. V1ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് ലൂപ്പ് കൊടുത്താണ് V2ൽ നിന്ന് V1ലേക്ക് പോകുന്ന A എന്ന് പറഞ്ഞ് എഡ്ജ് വരച്ചത്. അതുപോലെ V2ൽ നിന്ന് V3യിലേക്ക് പോകുന്ന C എന്ന് പറഞ്ഞ കണക്ഷൻ നമ്മൾ V1 to V3 കൊടുത്തു. V1 ആണ് അവിടെ ഫ്യൂഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.